ഹലോ കൂട്ടുകാർക്കൊക്കെ എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? എനിക്ക് സുഖമാണ്. ഇന്നേ ഞാൻ എല്ലാവരും ഉച്ചയൂണ് കഴിഞ്ഞ് ഉറക്കത്തിലാണോ? ഇത് ഉച്ച കഴിഞ്ഞ് സമയം 1:30 ആയിട്ടോ. ഞാൻ ഇതിലെ പച്ചക്കറി വണ്ടി പോയി കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി തീർന്നായിരുന്നു. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി മേടിക്കാനായിട്ട് പോയപ്പോൾ വെണ്ടയ്ക്ക കണ്ടു. ഒരു വെണ്ടയ്ക്ക പോയപ്പോൾ ഒരു ഒലത്തിനായാലോ എന്ന് ഓർത്ത് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഒലത്താട്ടോ, അത് ഫ്രൈ ആക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വെണ്ടയ്ക്ക ഫ്രൈ ഒലത്താനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. വെണ്ടയ്ക്ക എന്ന് പറഞ്ഞ സാധനം എപ്പോഴും ഒരുപാട് വൈറ്റമിനൊക്കെ ഉള്ള ഒരു വെജിറ്റബിൾ അല്ലേ. ഇവിടെ വഴുതനങ്ങയെക്കായും കൂടുതലിഷ്ടം വെണ്ടയ്ക്ക കേട്ടോ. വഴുതനങ്ങ വാങ്ങും. ഇതുപോലെ ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞ് വെച്ചേക്കണേ. വട്ടത്തിലരിഞ്ഞ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇരുന്നാൽ കാണുകയും ചെയ്യാം. പിന്നെ നമ്മുടെ അതിൻ്റെ ഞോളപ്പുണ്ടല്ലോ, ഞോളപ്പെന്നാണ് ഞങ്ങൾ പറഞ്ഞ ഞോള, അതുണ്ടാവുകയില്ല. പിന്നെ ഞാൻ എടുത്തേക്കണത് ഒരു സവാള. സവാള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ വെണ്ടയ്ക്ക ഇങ്ങനെ അരിഞ്ഞപ്പോൾ ഞാൻ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എന്തിനും ഞാൻ വെളുത്തുള്ളി ചേർത്ത് കേട്ടോ. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് അതും കൂടെയും കൂട്ടി നമുക്കൊന്ന് അല്പം ഉപ്പും കൂടെയും ചേർത്തൊന്ന് വരയ്ക്കും. അതൊന്ന് ആവശ്യത്തിന് ഉപ്പ്. അധികം മുളകൊന്നും ചേർക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. വെണ്ടയ്ക്കൊക്കെ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കണം. വെണ്ടയ്ക്ക, മുരിങ്ങയില, പിന്നെ ബീൻസ്, ഇതെല്ലാം നമ്മൾ കൂട്ടാത്തിൽ ഒക്കെ ചേർത്ത് കുട്ടികൾക്ക് എങ്ങനെ, ക്യാരറ്റ് കുട്ടികൾക്ക് ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് നല്ല വെണ്ടയ്ക്കയായിരുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക വാങ്ങിച്ച് ഒരു തോരൻ വെക്കാമല്ലോ നോക്കാം. സവാള വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മുളക് ഇട്ട് കൊടുക്കാം. ഈ പച്ചക്കറിക്ക് ഒരുപാട് മുളക് ചേർക്കരുത് കേട്ടോ. ഞാൻ ചേർക്കാനില്ല, മുളക് അധികം ആവശ്യമില്ല. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്നങ്ങ് മുളക് മൂത്ത് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇവിടെ മൂത്ത് വരട്ടെ. അപ്പം നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വലുതായിട്ട് അരിഞ്ഞാൽ ഒട്ടും ഞോളപ്പുണ്ടാവില്ല കേട്ടോ. ചെറുതായിട്ട് അരിയുമ്പോഴാണ് വെണ്ടയ്ക്കയിൽ ഞോളപ്പുകൾ ഇങ്ങനെ വരണത്. ഇങ്ങനെ അരിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഞെട്ട് കളയണതിന് മുമ്പ് നമ്മൾ കഴുകിയെടുക്കണം. ഞെട്ട് കളഞ്ഞാൽ പിന്നെ ഞെട്ടിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറില്ലേ. നമുക്കിത് പുറത്തേക്കിടൊക്കെ തെറിച്ച് പോകുന്നുണ്ട്. പുറത്ത് പോകണതൊക്കെ പോട്ടെ കേട്ടോ. അല്പം മുളകും കൂടെ കൂടി ഞാൻ എൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് എരിവ് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അല്പം മുളക് ചേർത്താൽ മതി. ഞാനിത് അല്പം മുളകും കൂടെ ചേർത്തിട്ടുണ്ട്. സവാള ഒരു മീഡിയം സൈസുള്ള സവാള ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കുഞ്ഞ് കണ്ടോ, ഈ സ്പൂണിന് ഒരു കുഞ്ഞ് സ്പൂൺ വിനാഗിരി. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തത് കാണണം. അതുകൊണ്ടാണ് ഒട്ടും തന്നെ ഞോളപ്പുണ്ടാവില്ല. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്.
അടച്ച് വെച്ച് വേവിക്കാം. അവിടെ ഇരിക്കട്ടെ. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ചോറ് തിളപ്പിക്കാൻ വെച്ചായിരുന്നു. ചോറിന് വാർക്കട്ടെ കേട്ടോ. ചോറിന് വാർത്തിടണം. അല്ലെങ്കിൽ ചോറ് കേടായെങ്കിലും ഒന്ന് ഓർത്താം. കേടാവില്ല, ആ ചോറ് കേടായെങ്കിലും ഒന്ന് ഓർത്താം. അത് തിളപ്പിക്കാനായിട്ട് വെച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം. നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വരെ എത്തിയെന്ന് ഞാൻ എപ്പോഴും പറയണ്ടല്ലോ. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ചൂടുണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമുക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വിനാഗിരി ചേർത്ത കറി ഇത് ഒട്ടും കുഴഞ്ഞു പോവില്ല. അപ്പോൾ ചെയ്ത് നോക്കണവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെറുതായിട്ട് അരിയുകയും ചെയ്യരുത്, ഇങ്ങനെ വലുതായിട്ട് അരിയും. ഞാൻ നേരത്തെയൊക്കെ നീളത്തിലാണ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ അടി പിടിക്കുകയും ചെയ്യും. നമ്മൾ ഇളക്കിയിട്ട് ഇങ്ങനെ വേവിച്ചാൽ മതി. ഒന്നോടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക എന്തായി നോക്കട്ടെ കേട്ടോ. വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ. ഊണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ വാ. ദേ അടിപൊളി എന്താ സൂപ്പറാട്ടോ. കണ്ടോ, വെണ്ടയ്ക്ക ഒട്ടും തന്നെ കുഴഞ്ഞിട്ടുമില്ല. നമുക്ക് സൈഡായിട്ടൊക്കെ കൂട്ടാൻ ഏറ്റവും നല്ല ഒരു കറിയാണ് വെണ്ടയ്ക്ക. ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ടാറ്റ എല്ലാവർക്കും. ബായ്.